കാണിക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളത് വാഴപ്പൂ എഗ്ഗ് റോസ്റ്റ്. നല്ല ടേസ്റ്റ് ആയത് കഴിക്കാനായിട്ടെ. അപ്പോൾ ഉണ്ടാക്കണേ. ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു വാഴയുടെ പൂവില്ലേ, നമ്മുടെ വാഴപ്പൂവ് കണ്ടില്ലേ, ഇത് നമ്മൾ കൊല വന്നിട്ട് അതിൻ്റെ അറ്റത്തുള്ള ആ പൂവ് കിട്ടിയായിരുന്നേ. ആ പൂവിൻ്റെ നാം നോക്കിയേ, ഇത്രയും വലിയ പൂവായിരുന്നു. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാകുന്ന പൂവല്ലല്ലോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ. ഇതിവിടെയൊക്കെ ഇളക്കി കളഞ്ഞു. ഇനി ഇത് രണ്ടെണ്ണം മാത്രം, ഇവിടുത്തെ രണ്ടെണ്ണം മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ആ പൂവാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ ഈ നാര് പോലെ അകത്തൊരെണ്ണമുണ്ട് കട്ടിയുള്ളത്, അത് കളയണം. എന്നിട്ട് അങ്ങനെ എടുത്തിട്ടേക്കുന്ന പൂവാണ്, വെള്ളത്തിൽ ഇട്ടേക്കാണ്. പിന്നെ ഒരു ചെറിയ നേന്ത്രക്കായ ഉണ്ടായിരുന്നു. അത് വേണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ എടുക്കുക. പക്ഷേ ഈ ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ആ നേന്ത്രക്കായ എടുത്തേക്കുന്നത്. കുഞ്ഞാണ്, ഇതൊന്നുമില്ല. പിന്നെ ഒരു 6 മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. കാര്യം ഇത് അരിഞ്ഞ് നമുക്ക് ഇത് കായ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിനി ഇതൊന്നും കളയണ്ടേ, ഇത് തന്നെ അരിഞ്ഞെടുക്കാം. നമുക്ക് തോരനരിയുന്ന കണക്കില്ലേ, അതിനേക്കാൾ ഇച്ചിരി വലുതായിട്ട് ഞാൻ അരിഞ്ഞ് കാണിച്ചു തരാം. അപ്പോൾ ഇതും അങ്ങ് അരിഞ്ഞെടുക്കാം. ഈ വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ട് അല്ലേ കറുത്ത് പോകും. പിന്നെ കൈ സൂക്ഷിക്കണം, നല്ല കറ വരും. കഴിയാലൊന്നും പോവില്ല. അതിന് ഗ്ലൗസ് ഇട്ടോട്ടോ ഒക്കെ എടുത്ത് അരിയുക, അല്ലെ എണ്ണ കുറച്ച് തേച്ചിട്ടോ ഒക്കെ അരിയേ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ. കണ്ടില്ലേ, ഇതുപോലെ വലുതായിട്ടെ. അങ്ങ് തോരൻ്റെ കണക്ക് ചെറുതാക്കണ്ട, ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി. ആണ്ടേ, ഓക്കെ, ഇതുപോലെ ഇത്ര നീളത്തെ അങ്ങ് ചെറുതായിട്ടങ്ങ് അരിയണ്ടേ. നമ്മുടെ കൈ വെച്ച് അരിയാനല്ലേ സുഖം. പക്ഷേ ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ടൊരു അസ്വസ്ഥതയുണ്ട്. പക്ഷേ ഇത് കൈ കറ പിടിക്കും. അപ്പോൾ ആ പൂ ഞാൻ അരിഞ്ഞെടുത്ത്, പിന്നെ ഇതിൻ്റെ അറ്റം ഒന്ന് കളയുക. എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അരിയുക. പിന്നെ ഒന്നുകൂടെ അരിയുക. അങ്ങനെ ഇതുപോലെ മൊത്തം അരിഞ്ഞെടുക്കേ. ഓക്കെ, നമ്മുടെ വാഴപ്പൂ അരിഞ്ഞത് താഴെ കേട്ടോ, മഞ്ഞവെള്ളത്തിൽ ഇവിടെ കിടപ്പുണ്ട്. കറയാണ്, നല്ല കറയാണ്. അത് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രക്കായ വെച്ചിരുന്നില്ലേ, ചെറിയൊരു നേന്ത്രക്കായായിരുന്നു, അതും ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടേ. ഇനി ഇതെല്ലാം കൂടെ കഴുകി ഒരു നമുക്ക് വേവിക്കാൻ ഞാൻ കാണിക്കാം. ഉണ്ടല്ലേ, ഒരുത്തന് ഒന്ന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റവൻ അവൻ്റെ മുമ്പിൽ കയറി ഇരിക്കുന്നുണ്ടോ. ഭയങ്കര കുരുത്തക്കേടാ ഈ കുഞ്ഞന്. ഉണ്ടോ, അവൻ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവനെ മറിഞ്ഞിരിക്കുക, അവൻ മുമ്പിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പാവം അവൻ എണീറ്റ് പോയി. ഉണ്ടോ, ഇനി ഇപ്പുറത്ത് വശത്ത് വന്ന് നിൽക്കും. അവൻ അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ വന്ന് നിൽക്കും. അവൻ്റെ ഇത് മാറ്റി വെച്ചേക്കുന്നുണ്ട്. മനുഷ്യനേക്കാളും ഭയങ്കര ഇത്, അവനെ തുണിയിക്കത്തില്ല. ഓക്കെ, നമ്മുടെ ഈ മഞ്ഞ വെള്ളത്തിൽ നിന്ന് മഞ്ഞളിട്ട് വെച്ചില്ലേ, ഇതിനകത്തല്ലേ അരിഞ്ഞിട്ട് വെച്ചാൽ ഈ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒരു കടായിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി പച്ചക്ക ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ടില്ല, അതിങ്ങനെ തന്നെ ഇരിക്കേ. ഇതൊന്ന് പാതി വെന്തിട്ട് പച്ചക്ക ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത് ഇട്ടിട്ട് ഒരു കുറച്ച് വെള്ളം, ഇതിനകത്ത് കുറച്ച് വെള്ളം, ശകലം വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കാൻ. ഇനി ഇതൊന്ന് ഗ്യാസ് ഓണാക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഒന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊന്ന് വെന്ത് കിട്ടും. ഇതിൻ്റെ പാതി വേഗം, ഈ പൂവിൻ്റെ പാതി വേവ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന കായില്ലേ, അല്ലെങ്കിൽ കായങ്ങ് കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോയതൊന്നും കുഴയരുത്. അതിനായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. ഓക്കെ, നമ്മൾ നേന്ത്രക്കായ നോക്കാം. അല്ല, നേന്ത്രക്കായല്ല, പൂ നോക്കാം. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ശകലം വെള്ളമേ ഉള്ളേ. അതിനകത്ത് ഈ പച്ചക്ക ഗ്രേറ്റ് ചെയ്തില്ലേ, നേന്ത്രക്ക, അതിട്ട് കൊടുക്കാം. ഇത് വന്നിട്ട് ഇളക്കാം. സിമ്മിലെ ഇനി വെക്കാവുള്ളൂ, തീ കൂട്ടരുത്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 1-1.5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ.
ഇവിടെ പച്ചക്കായും പൂവൊക്കെ വേവുന്ന നേരം കൊണ്ട് സിമ്മിട്ടേക്കുക ഒരു 2 മിനിറ്റോളം എടുക്കാം, 1-1.5-2 മിനിറ്റ് എടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഇതേപോലെ ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഒരു ഇതുപോലത്തെ ചെറിയ വെളുത്തുള്ളി, അത് കുഞ്ഞ് വെളുത്തുള്ളി, ഇതൊരു 10-12 എണ്ണം ഉണ്ട്. അല്ലെങ്കിൽ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 4-5 എണ്ണം മതിയേ, നല്ല വലിയ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. നോക്കിയാൽ ഇപ്പോൾ ഒരു 1-1.5 മിനിറ്റ് ആയിട്ടുണ്ടേ. ഓക്കെ, ഇത് മതി. ഇനി നമ്മൾ ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങേ. ഇത് ഞാനൊരു പച്ചക്കായല്ല, പൂവും പച്ചക്കായും മുട്ടയും കൂട്ടൊരു റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണേ. നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം, വേറൊരു കടായി വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കേ. പാത്രം ചൂടാവട്ടെ. ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടാവട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കിട്ടട്ടെ. പൊട്ടിയ കടുകിലോട്ട് 2 ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒരു 4 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്ത് പച്ചമുളക് നല്ല മുരിഞ്ഞ് കിട്ടണേ. മുരിഞ്ഞ മുളകിലോട്ട് പച്ചമുളകെല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ടേ. ഇതിനകത്ത് ഇപ്പം ഞാൻ കാണിച്ചില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് ചതച്ചത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10-30 സെക്കൻഡ് ഒന്ന് ഇളക്കേ. ഇനി ഇതിനകത്ത് 2 ഇടത്തരം സവാള കൊത്തി അരിഞ്ഞതേ അത് ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്നും വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട, എന്നാലൊരു ഇതിൻ്റെയൊക്കെ ഒരു പച്ചിപ്പൊന്ന് മാറിക്കിട്ടെ. ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, നമ്മളെ ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ടേ. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് 2 ഇടത്തരം തക്കാളി അരിഞ്ഞതേ ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തേ. ഇതിനകത്തൊരു 2 കറിവേപ്പില അത് ഇട്ട് കൊടുക്കും. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇനി ഇതിനകത്ത് നമുക്കിപ്പോൾ ഈ പൂ വേവിച്ച് വയ്ക്കുന്ന ശകലം ഉപ്പിട്ടാലേ. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്തേ. തക്കാളിയിലും ഉള്ളിയിലും ഇതൊന്ന് ഇളക്കി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. മീഡിയത്തിനും സിമ്മിനും ഇടയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാമെന്ന് പറഞ്ഞാൽ കുഴഞ്ഞു പോകരുത്, ഒന്ന് വാട്ടിയെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇരിക്കട്ടെ. ചെയ്യാലോ, ഒരു 1.5 മിനിറ്റ് ആയതേ ഉള്ളൂ. 2 മിനിറ്റൊന്നും എടുത്തില്ല. കാര്യം ഇത് കുഴഞ്ഞു പോകരുത് തക്കാളി. ഇനി നമുക്ക് ഇന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതിയേ. ഇനി ഇതിനകത്ത് നമുക്ക് മസാല ചെയ്യാം, ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതിനകത്ത് ഇതൊന്ന് ഇളക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇതൊരു പച്ച മണമൊക്കെ ഒന്ന് മാറി
ആ വെള്ളമയം നമ്മൾ അടച്ച് വെച്ചില്ലേ, അപ്പോൾ ചെറിയൊരു വെള്ളമയം ഉണ്ട്, അതൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഇങ്ങനെ കിടക്കട്ടെ, 1 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ഈ തക്കാളിയും സവാള കൂട്ടൊക്കെ സിമ്മിൽ കിടക്കുമല്ലേ, അത് സിമ്മിലിട്ടേക്ക് 1 മിനിറ്റ് ഒന്നാവട്ടെ. ഇത് ആ സമയം കൊണ്ട് ഞാൻ 5 മുട്ട എടുത്ത് വെച്ചിരുന്നില്ലേ, ഇതൊന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇത് എന്തിന് വെച്ചേ, ഫോർക്ക് വെച്ചോ എന്തെങ്കിലും വെച്ച് ഇങ്ങനൊന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ അടിച്ചെടുക്കാം. മുട്ടയൊക്കെ നല്ല അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു കടായിട്ടെ, പാത്രം ഒന്ന് ചൂടാവട്ടെ. ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കിട്ടട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയില്ലേ, ഇത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഇളക്കണ്ട. ഞാൻ തീ സിമ്മിലായിരുന്നു വെച്ചിരുന്നത്, ഇപ്പം സിമ്മിന് മീഡിയത്തിലോട്ട് ഇടയിലോട്ട് വെച്ചിട്ടുണ്ടേ. ഞാൻ ക്യാമറ കട്ട് ചെയ്യാതിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണേ. പതുക്കെ ഇളക്കി കൊടുക്കാം. തീരെയിട്ട് കുത്തിപ്പൊടിച്ച് ചെറിയ പീസസ് ഒന്നും ആക്കരുത്, ചെറിയ ഇതാക്കി എടുക്കരുത്. മതി, ഞാൻ ഗ്യാസ് ഇത് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സവോളയും തക്കാളിയും കൂടെ വെച്ച് ഇങ്ങോട്ടിടാം. ഇനി ഇതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പൂവില്ലേ, പച്ച നേന്ത്രക്കായും പൂവും എല്ലാം കൂടെ, അത് ഇങ്ങോട്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല മിക്സ് ചെയ്യേ. തീ ഒന്ന് മീഡിയത്തിൽ വെക്കാം. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ടയില്ലേ, അതിട്ട് കൊടുക്കാം. ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ആ മുട്ട ഭയങ്കരമായിട്ടൊന്ന് പൊടിഞ്ഞു പോകാതെ നോക്കിക്കണേ. ഇനി ഇതിനകത്ത് വേറൊന്നുമില്ല, നല്ല കുറച്ച്
ഫ്രഷ് മല്ലിയില അതിട്ട് കൊടുക്കാം. ആവശ്യമുണ്ടോ ഇല്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട, ഉള്ളവർ ഇട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇതിന് മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ കഴിക്കാത്തവർക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ശരിയല്ലല്ലോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഗ്യാസ് ഓഫാക്കേ. നോക്കിയേ, നല്ല ടേസ്റ്റോട് കൂടിയൊരു ചോറിന് നല്ലൊരു കറിയാണിത്. കറിയല്ല, റോസ്റ്റാണ്. പിന്നെ ചപ്പാത്തിക്ക് നല്ലതാണ്. പിന്നെ ഇഡലിക്കും ദോശയ്ക്കും ഇതൊന്നും ചേരുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഉപയോഗിച്ചിട്ടും ഇല്ല. പക്ഷേ ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു റോസ്റ്റാണേ. അപ്പം കാണിച്ചു തരാം. ഓക്കെ, ഇത് ടേസ്റ്റായി. ഇത് ചോറിലൊക്കെ ഇട്ട് അങ്ങോട്ട് വരവി കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ, ഞാൻ കാണിക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളത് വാഴപ്പൂ എഗ്ഗ് റോസ്റ്റ്. നല്ല ടേസ്റ്റായി ഇത് കഴിക്കാനായിട്ടെ. അപ്പോൾ ഉണ്ടാക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.